ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പൈലി ബ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ മിയയിൽ, അതായത് നമ്മുടെ സ്കൂട്ടിയിൽ മിറേഴ്സ് നമുക്ക് വെക്കാൻ ഓപ്ഷൻ ഇല്ല. നമ്മളാരും ബ്രംബോൻ്റെ കാര്യങ്ങളൊക്കെ കയറ്റിയ സ്ഥിതിക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ബാർ ആൻഡ് മിറർ വെക്കാൻ പോകുക. നമ്മൾ ഡൊമിനോ ത്രോട്ടിലാണ് അതിൽ ഓൾറെഡി കയറ്റിയിരിക്കുന്നത്. ആ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ അയച്ച് മാറ്റി RCBൻ്റെ ഗ്രിപ്പ് ഇട്ടിട്ട് നമ്മൾ ബാർ ആൻഡ് മിറർ വെക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വെക്കുക, കുറേ പേർക്ക് എങ്ങനെ ഇത് വെക്കാം നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വെക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോ കൊടുക്കാം. കഴിച്ച് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി കയറ്റിയിരിക്കുന്നത് നമ്മുടെ ഡൊമിനോൻ്റെ ക്വിക്ക് ത്രോട്ടിലാണ് കേട്ടോ. ഡൊമിനോൻ്റെ ക്വിക്ക് ത്രോട്ടിലാണ്, നല്ല പെർഫോമൻസ് ഒക്കെ തരുന്ന ത്രോട്ടിലാണിത്. ഇതാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത്. നമുക്കിവിടെ ഹോളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യാണ്ട് എന്നിട്ട് നമുക്ക് RCBൻ്റെ ഗ്രിപ്പാണ് കേട്ടോ ഞാൻ ഇതിലിടാൻ പോകുന്നത്. നമുക്ക് വണ്ടീൻ്റെ കളറിനും മാച്ചാണ്. ഏകദേശം 250 രൂപ മാത്രമേ ഉള്ളൂ ഇതിന്. ഇത് നമ്മുടെ എന്താണ് ഷോർട്ട് കട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യുക അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കഴിക്കണം ആദ്യം, കുറച്ച് ടഫാണ് കേട്ടോ. ഞാൻ ഓൾറെഡി അയച്ചു വെച്ചാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണോ വരുന്നത്. അതിന് ശേഷം നമുക്ക് ഈ ആക്സോബിൾ കണ്ടോ, ഇതിനിവിടെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് ഉള്ളിലേക്ക് കയറ്റാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഏകദേശം അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് അത് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കറക്റ്റ് അളവെടുത്തിട്ടാണ് കട്ട് ചെയ്യണം. ചിലപ്പോൾ ഇനിയും കട്ട് ചെയ്യേണ്ടി വരും. ഇത് വെച്ച് നോക്കുമ്പോൾ ഇത്രയ്ക്കും കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗം RCBൻ്റെ എന്നുള്ളത് കട്ട് ചെയ്യാണ്ട് ഈ ഭാഗം കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇത്ര കട്ട് ചെയ്യണം കേട്ടോ. നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മിറർ വെക്കാൻ പറ്റുള്ളൂ. അപ്പുറത്തെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്യണം. നമ്മളിവിടെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഓയിൽ ഇട്ടിട്ട് വേണ്ട കയറ്റാൻ വേണ്ടിയിട്ട്. നല്ല വിലയുള്ളത് അല്ലേ. അതപ്പോൾ നമ്മൾ ഈ ഗ്രിപ്പ് ഇടുന്നുണ്ട്, ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കയറുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാം. RCB ഇവിടെ വരുന്ന പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഗ്രിപ്പ്. ഇവിടുത്തെ ഗ്രിപ്പും കൂടി മാറ്റാൻ വേണ്ടി പോവാണ്. ഡൊമിനോ മാറ്റാൻ ഗ്രിപ്പ് കയറ്റുന്നുണ്ട്. കറക്കിയിട്ട് വേണം കേട്ടോ കയറ്റാൻ. RCBൻ്റെ പൊസിഷൻ കറക്റ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിപ്പോൾ നമ്മുടെ വണ്ടി 2020 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 12ൻ്റെ ത്രെഡ് വരുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ മിററായാലും നമ്മുടെ ലിവർ ഗാർഡുകളായാലും സെറ്റ് ചെയ്യാൻ ത്രെഡ് വരുന്നുണ്ട്. പക്ഷേ പുതിയ മോഡൽ വണ്ടികൾ ചില വണ്ടികൾക്ക് വരുന്നില്ല, ചില വണ്ടികൾക്ക് വരുന്നുള്ളതാണ് ഞാൻ അയച്ചു നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇതിലിങ്ങനെ ബോൾട്ടിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം മിററും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ റൗണ്ട് മിററാണ് ഇതിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിവിടെ ചെക്ക് നെട്ടും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്സിലേറ്റർ നമുക്ക് ജാമാൻ പറ്റില്ല. നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ടൈറ്റാക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. കറക്റ്റായിട്ട് ചെക്കിനിട്ടിട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലേറ്റർ ഒന്നും ജാമാവില്ല. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളൂ, അത് വേണമെങ്കിൽ ചെറിയ ചെക്കിനിട്ടിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവും കേട്ടോ. അതായത് ഇപ്പുറത്തേക്ക് നമുക്ക് ചെക്കിനിട്ടും കാര്യങ്ങളൊന്നും വേണ്ട, കാരണം അപ്പുറത്ത് നമുക്ക് ആക്സിലേറ്റർ ജാമാവും. അതുകൊണ്ടാണ് വെക്കുന്നത്. ഇപ്പുറത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് വയ്ക്കുക, ജസ്റ്റ് ടൈറ്റ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ. അപ്പോൾ നമ്മളങ്ങനെ മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൂപ്പർ ലുക്കായിട്ടുണ്ട് കേട്ടോ. ഒരു അടിപൊളി ലുക്ക്, കുഴപ്പമില്ലാത്ത ലുക്കായിട്ടുണ്ട്. ഇവിടെയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ RCBൻ്റെ ഗ്രിപ്പ്, അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ RCBൻ്റെ ഗ്രിപ്പ്. ഇത് നമ്മൾ ചെറിയൊരു നെട്ടിട്ടിട്ട് ഇനി അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടിപൊളി ലുക്കാണ്. ഞാൻ ഫ്രണ്ടിൽ നിന്നുള്ള കാണിച്ചു തരാം. ഇതാണ് ലുക്ക് വരുന്നത്. കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിൻ്റെ ലുക്കും കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലുക്ക് എന്ന് പറയുമ്പോൾ ഇതാണ്, സൂപ്പർ ലുക്കായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. പുതിയൊരു വീഡിയോ കാണുന്നവരെ സീ യു ഗൈസ്, സേഫ് ഡ്രൈവ്. അതുപോലെ തന്നെ എല്ലാവരും നന്നായിരിക്കും കേട്ടോ. ലവ് യു ആൾ.